നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൗഫിലാണ്. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ തന്നെ ഭയങ്കര സങ്കടകരമായ ഓരോ വാർത്തകളുമാണ് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോസുമായിട്ട് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങി. ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 3 മാസം 4 മാസത്തെ അടുത്ത് ആവാനായി. ഇന്നും ആ ഒരു സംഘർഷാവസ്ഥ ഇന്നും ഇതുവരെ നിർത്താൻ പല രാജ്യങ്ങൾ തമ്മിലും കൈകോർത്തിട്ട് പോലും ആ ഒരു യുദ്ധത്തിനെതിരെ ഇതുവരെ നിർത്തലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി നിർത്തലാക്കും നിർത്തലാവും ഒന്നും പറ്റിയ ഒരു വിവരം ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ ഒരു മരണം മീൻസ് പലസ്തീനിലുള്ള ഹമാസ് നേതാക്കൾ ഹമാസിനെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്തതിന് ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് അവർ ഔദ്യോഗികമായി മൊത്തം വിവരങ്ങൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹമാസിൻ്റെ പലസ്തീൻ രാജ്യത്തുള്ള ഹമാസിൻ്റെ പല കേന്ദ്രങ്ങൾ അവർ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ സേനകളെ ഒരുപാട് ആളുകളെ വധിച്ചിട്ടുണ്ടെന്നും പറയുന്ന ഒരു വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടകരമായ വാർത്ത. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് കൊച്ചു മക്കളെ പോലും സ്ത്രീകളെയും മക്കളെ പോലും കൊല്ലുന്ന ഈ ഒരു പ്രവൃത്തിക്ക് ഭയങ്കര മൃഗീയമായ ഒരു ഒരു രീതിയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ എടുത്തിരുന്നത്. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലെങ്കിൽ അവർ നാളെ അതിനൊരു ദൈവത്തിനോട് എന്തായാലും തീർച്ചയായിട്ടും അതിനുള്ളൊരു മറുപടി എന്തായാലും അദ്ദേഹം കൊടുക്കേണ്ടി വരും. ഇന്നിപ്പോൾ ATMൻ്റെ ഒരു കാലമാണ്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കുത്തിയ അപ്പം കിട്ടുന്നുള്ള ഒരു കാറ്റഗറിയാണ് ഇപ്പം ഇന്ന് വരുന്നത്. തീർച്ചയായിട്ടും കിട്ടും. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിനുള്ള ശിക്ഷ ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് എന്തായാലും കിട്ടും. ഇസ്രായേലിൻ്റെ മണ്ണല്ല, അത് പലസ്തീൻ്റെ മണ്ണാണ്. പലസ്തീൻ്റെ മണ്ണിന് എതിരെയാണ് ഹമാസ് പോരാടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഹൂതിയുടെ ആക്രമണം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കടലിൽ ഭയങ്കരമായ ഡ്രോൺ ആക്രമണം, അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങൾ, ഒരുപാട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും നമ്മൾ വാർത്തയിലൊക്കെ വളരെ സുലഭമായിട്ട് കേൾക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇന്നിപ്പം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ US ബ്രിട്ടൻ നാവികസേനകൾ US ആണ് ഇന്നിപ്പം യമനിൽ ഹൂതികളുടെ കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് ഏകദേശം ഒരുപാട് ആളുകളെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. കാരണം നമ്മുടെ നാടുകളിൽ ഭക്ഷണ സാധനം മുതൽ ആവശ്യ വസ്തുക്കളെല്ലാം കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് കൂടുതലും വാണിജ്യ ജല ഗതാഗത മാർഗം മൂലമാണ്. ആ ഒരു മാർഗം മൂലം അതുകൊണ്ട് തന്നെ എല്ലാ ഒരു രാജ്യങ്ങൾക്കും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് ഹൂതികൾ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ പലസ്തീന് മേലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്ന് വെച്ചിട്ടാണ് അവർ ഈ ഒരു യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത്. അവർക്ക് ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾ, അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന ആളുകളെ നേരിടുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഈ ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചെങ്കടലിലൂടെ വാണിജ്യം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയായിരിക്കും. ഇപ്പം ഇന്ന് വാങ്ങുന്ന ആവശ്യ വസ്തുക്കളടക്കം വില കൂടി വരും. അപ്പം ആ ഒരു ഘട്ടത്തിലാണ് അമേരിക്ക ആദ്യം ഇടപെട്ടിട്ടുണ്ട്. അമേരിക്കയും ബ്രിട്ടനും കൂടിയാണ് ഇപ്പം ഈ ഒരു ചെങ്കടലിലേക്ക് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. ബ്രിട്ടൻ്റെ ഒരുപാട് ആളുകളും ബ്രിട്ടൻ്റെ US കമാൻഡോകളാണ് ഇപ്പോൾ കൂടുതൽ നമ്മളെ ഈ ഒരു മേഖലയിൽ ചെങ്കടൽ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംഘർഷാവസ്ഥ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ യുഎസിന്റെ തന്നെ എല്യൂസർ യുദ്ധക്കപ്പൽ എന്ന് പറഞ്ഞ കപ്പൽ ലോകത്തെ 2ാം ലോക മഹായുദ്ധത്തെ നമുക്ക് ഏവർക്കും കേട്ട് പരിചയമുണ്ടാവും. 2ാം ലോക മഹായുദ്ധ കാലത്ത് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഫ്രാങ്ക്ലിൻ റോസ് ഷിപ്പിന് വയസ്സ് അടുത്തോടു കൂടിയാണ് വന്നൊരു യുദ്ധക്കപ്പലാണ് എൽസൻഹോവർ എന്ന യുദ്ധക്കപ്പൽ. അതും വന്നിട്ട് ഇന്ത്യൻ്റെ കപ്പലടക്കം ഇന്ന് ചെങ്കടൽ തീരത്ത് വന്നിട്ട് ഇപ്പം അടുത്ത കാലത്ത് നമുക്ക് കേട്ട് അറിവുണ്ടാവും.
ഇന്ത്യൻ്റെ കുറച്ച് ഒരു ഷിപ്പ് എന്നാണ് ആഫ്രിക്കൻ വംശം അവർ തട്ടിക്കൊണ്ടുപോയി അവർ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തു എന്നൊക്കെയുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടോ. അപ്പം അതിനോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇന്ത്യയും ഇങ്ങനെ കടൽക്കൊള്ളക്കാരുടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നതോടുകൂടി ഇന്ത്യയും ഇപ്പോൾ യുദ്ധക്കപ്പൽ ഇറക്കിയിട്ടുണ്ട്. സോ എന്താ പറയുക, യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. സോ പലസ്തീൻ്റെ മണ്ണ് പലസ്തീനെ കിട്ടും. ഇസ്രായേൽ എന്ന് പറഞ്ഞത് അവർ അവിടെ വന്ന് കുടിയേറിയ ജനങ്ങളാണ്. സോ അതിന് എതിരെ യുദ്ധം ചെയ്തിട്ട് ഒരിക്കലും കുഞ്ഞു മക്കളെ ഇതുവരെ എന്താ പറയുക കൊന്നൊടുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ രക്ഷ എന്ന് വെച്ചിട്ടാണെങ്കിൽ അവസാനം അതിനൊരു എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സേന അവരെ നിലനിൽപ്പ് എന്നാണ് പറയുന്നത്. സോ ഇസ്രായേലിന് നിലനിൽപ്പിന് കൊടുത്തത് പലസ്തീനാണ്. ഈ പലസ്തീനാണ് ഇസ്രായേലിന് കിടക്കാൻ ഒരു ഇടം കൊടുത്തതും ആ കിടക്കുന്ന ഇടത്തുനിന്ന് ചവിട്ടി പുറത്താക്കിയത് ഇസ്രായേലാണ്. സോ തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. സോ ഹമാസിനെയാണ് അവർ ഉന്നം വെക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ എന്താ പറയുക ചെറിയ മക്കളെ പോലും സ്ത്രീകളെ പോലും ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാറ്. സോ ഇന്നത്തെ ഒരു ടോപ്പിക് ഇതാണ്. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തേക്കുക, അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.